നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. നമ്മൾ പലപ്പോഴും അറിയേണ്ട കാര്യങ്ങൾ അറിയാറില്ല. അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്ത കാര്യങ്ങൾ അറിയാൻ നമുക്ക് വലിയ താല്പര്യവുമാണ്. സ്വന്തം കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും MLA പാർട്ടി വിട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ചാൽ, അതുമല്ലെങ്കിൽ സ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു മതനേതാവ് ഇടംവലം തിരിഞ്ഞാൽ, സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ നേതാവ് കാലുവാരിയാൽ ഒക്കെ അത് നമുക്ക് ആഴ്ചകളോളമുള്ള അന്തിച്ചർച്ചകൾക്ക് വിഷയമാണ്. നമ്മളത് കാണാൻ TV-ക്ക് മുന്നിൽ മണിക്കൂറുകളോളം താല്പര്യത്തോടെ ഇരിക്കുകയും ചെയ്യും. എന്ത് കാര്യമുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു രസം, ഇതൊക്കെയല്ലേ രസം എന്നാണ് ഉത്തരം. അത്ര സില്ലിയാണ് ഈ ഉത്തരം എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ട്. ജീവിതം എന്നത് ഇങ്ങനെ കണ്ടവൻ്റെ നേരും നെറിയേടും നോക്കിയും പറഞ്ഞും കളയാനുള്ളതല്ല. വാസ്തവത്തിൽ ഈ നെഗറ്റീവ് വാർത്തകൾ നമ്മളെ നെഗറ്റീവ് ചിന്തകളിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചില പോസിറ്റീവ് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് കാര്യമാണ് പറയുന്നത്. പലരും അറിയാതെ പോയ പോസിറ്റീവ് ന്യൂസ്. പോയം 4 എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലേ? കേട്ടവരും ഉണ്ടാവും, കേൾക്കാത്തവരും കാണും. അവർക്ക് വേണ്ടി പറയാം. കാരണം ഇത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. കേൾക്കാത്തവർ കേൾക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ്, അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ ഒരു വിത്ത് മുളപ്പിച്ചത്. വിത്ത് മുളപ്പിച്ചതിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. അത് മുളപ്പിച്ചത് ഏതെങ്കിലും പാടത്തോ പറമ്പിലോ അല്ല, ടെറസിന് മുകളിലുമല്ല. മുളപ്പിച്ചത് ബഹിരാകാശത്താണ്. അത് മുളപ്പിച്ചത് മറ്റാരുമല്ല, നമ്മൾ ഇന്ത്യക്കാർ തന്നെ. അതിൻ്റെ പേരാണ് PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂൾ 4 അഥവാ പോയം 4. അപ്പോൾ അത് പറയേണ്ടത് തന്നെയാണ്, അറിഞ്ഞിരിക്കേണ്ടതുമാണ്, അഭിനന്ദിക്കേണ്ടതുമാണ്. പക്ഷേ നമ്മുടെ ഒരു TV ചാനലിലും അത് ചർച്ചയായി വന്നില്ല എന്നതാണ് ഇന്നിൻ്റെ ഒരു ദുരന്തം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചർച്ചക്കെടുത്താൽ ആരും കേൾക്കാനുണ്ടാവില്ല എന്നത് വേറെ കാര്യം. ഇതും അധികമാരും കാണണം എന്നില്ല, കേൾക്കണമെന്നില്ല, ഷെയറും ലൈക്കും ഒന്നും ചെയ്യില്ലെന്നറിയാം. എന്നാലും അറിഞ്ഞിരിക്കേണ്ടതാണ്, അതുകൊണ്ട് പറയാം. ഇന്ത്യ ആദ്യമായാണ് സ്വദേശീയ റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശത്ത് ഒരു ജൈവ പരീക്ഷണം നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നല്ല, 3 ജൈവ പരീക്ഷണങ്ങളാണ് ഇത്തവണ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ബഹിരാകാശം ശൂന്യമാണ്, വായുവില്ല, ഒന്നുമില്ല. ഈ ശൂന്യതയിൽ ജീവജാലങ്ങളെ ജീവനോടെ നിലനിർത്തുന്നത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണത്. അതാണിപ്പോൾ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന നേട്ടം. മുംബൈ ആസ്ഥാനമായുള്ള അമിറ്റി സെന്റർ ഫോർ എക്സലൻസ് ഇൻ ആസ്ട്രോബയോളജിയിലെ ടീമാണ് ഇതിനുള്ള ചീര, കൗപ്പയർ എന്നിവ തയ്യാറാക്കിയത്. ബാംഗ്ലൂരുവിലെ RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ബിരുദ വിദ്യാർത്ഥികൾ ഗട്ട് ബാക്ടീരിയയിൽ നിന്ന് ജീവനുള്ള ജൈവവസ്തുക്കളെയും പരീക്ഷണത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ഇന്ത്യയുടെ ബഹിരാകാശ പേടകം ഡിസംബർ 30 തിങ്കളാഴ്ച രാത്രി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പറന്നുയർന്നു. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പെഡെക്സ് എന്ന വലിയ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമാണ് ഇത്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ജനുവരി 4 അവർ ലക്ഷ്യം കൈവരിച്ചു. ഇന്ത്യയുടെ വിത്ത് ബഹിരാകാശത്ത് മുളച്ചു. ഇതിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. ആഗോള ബഹിരാകാശ നിലയങ്ങളിൽ ഇതിനു മുമ്പേ റഷ്യയും അമേരിക്കയും ചൈനയുമെല്ലാം നടത്തിയ വലിയ ജൈവ പരീക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പറക്കുന്ന ജൈവ പരീക്ഷണങ്ങൾ ചെറുതും പ്രാഥമികവുമല്ലേ എന്നൊരു ചോദ്യവും ഉണ്ടാവാം. എന്നാൽ ഒരു വലിയ നാളെയുടെ ഒരു ചെറിയ വിത്ത് മുളയ്ക്കലാണ് ഇത് എന്ന് അറിയാത്തവരുടെ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇതൊരു ചെറിയ കാര്യമല്ല. ഭാവിയിൽ ഒരുപക്ഷേ നമ്മൾ ബഹിരാകാശത്ത് വിത്ത് വിതച്ച് വിളവെടുത്ത് കൊയ്തുകൂടായികയില്ല. കാരണം വലിയ തുടക്കങ്ങളല്ല, ഇത്തരം ചെറിയ തുടക്കങ്ങളാണ് വലിയ പര്യവസായികളായി മാറിയ ചരിത്രമുള്ളത്. ഇപ്പോൾ മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്തിന്റെ ഗുരുത്വാകർഷണത്തിന് സമീപമുള്ള അന്തരീക്ഷത്തിൽ സാധാരണ ചീരയുടെ കോശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർ ഡോക്ടർ AW സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അമിറ്റി സെന്റർ ഫോർ എക്സലൻസ് ഇൻ ആസ്ട്രോബയോളജിയിലെ ശാസ്ത്രജ്ഞരും അദ്ദേഹത്തിന്റെ 9 അംഗ സംഘവും
പൈനേഷ്യ ഒലറേസിയയിൽ നിന്ന് പേര് കേട്ടിട്ട് പേടിക്കേണ്ട, നമ്മുടെ ചീരയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കോശങ്ങളുടെ കൂട്ടം ബഹിരാകാശത്ത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. അവർ നേടിയെടുക്കുന്ന അറിവ് നാളെയുടെ വലിയൊരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരിക്കും. അതുതന്നെയാണ് ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് കാവ്യാത്മകമായ തൻ്റെ ഭാഷയിൽ ലോകത്തോട് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ISRO PSLV പരീക്ഷണ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഞങ്ങളൊരു പുതിയ കവിത എഴുതുകയാണ്. ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞരെ പര്യവേക്ഷണം ചെയ്യാൻ അനുവദിക്കുകയാണ്. ബഹിരാകാശത്തിൻ്റെ പ്രതികൂല അന്തരീക്ഷത്തിൽ ജീവൻ എങ്ങനെ നിലനിൽക്കും എന്നതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുകയാണ്. അതെ, നമ്മൾ ഇന്ത്യക്കാർ ബഹിരാകാശത്ത് വിത്ത് മുളപ്പിച്ച് ഒരു കൊച്ചു കവിത ഇപ്പോൾ എഴുതിയിരിക്കുന്നു. അത് വളർന്ന് നാളെ ഒരു മഹാകാവ്യമായി മാറട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കാം. ഇതിലെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മലയാളിയായ ഡോക്ടർ സോമനാഥ് ആണെന്നതും നമുക്ക് അഭിമാനത്തോടെ ഓർമ്മിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും. നന്ദി, നമസ്കാരം.